ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കവനദീനം യോഗഭേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത 17-ാമത്തെ അധ്യായം സർവസാധാരണ ഭക്തി ലക്ഷണത്തെ പറ്റിയാണ് ഉദ്ധവൻ ചോദിക്കുന്നതും ഭഗവാൻ അതിന് മറുപടി പറയുന്നതും. ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ, വർണ്ണാശ്രമ ആചാരങ്ങൾ വെട്ടുകഴിഞ്ഞ് കൂടുന്ന എല്ലാ മനുഷ്യർക്കും അനുഷ്ഠിക്കാവുന്ന സർവസാധാരണമായ ഭക്തി എങ്ങനെയുള്ളതാണ്? ഭക്തി കൂടി ചേരുമ്പോഴാണല്ലോ കർമ്മം സ്വധർമ്മമായി മാറുന്നത്. അങ്ങ് മുൻപ് ഹംസരൂപം ധരിച്ച് ഈ ഭക്തി ബ്രഹ്മാവിന് ഉപദേശിച്ചതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ കാലം കൊണ്ട് ഇതിന് മങ്ങലേറ്റിരിക്കുന്നു. ധർമ്മത്തിന്റെ വക്താവും കർത്താവും രക്ഷിതാവും അങ്ങ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത് സൂക്ഷ്മമായിട്ട് വെളിപ്പെടുത്താൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അങ്ങയുടെ ഭക്തി രൂപമായ ധർമ്മം ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശദമായിട്ട് കേൾപ്പിച്ചാലും. ഭഗവാൻ ഉദ്ധവരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. സനാതനമായിരിക്കുന്ന ധർമ്മം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. കൃതയുഗത്തിന്റെ ആരംഭത്തിൽ മനുഷ്യർ ഹംസ വർണ്ണത്തിൽപ്പെട്ടവരാണ്. അതായത് ഒരു കളങ്കവും ഇല്ലാത്തവരാണ്. ജന്മനാ തന്നെ കൃതകൃത്യരാണ്. അതുകൊണ്ട് തന്നെയാണ് യുഗത്തിന് കൃതയുഗം എന്ന പേരും വന്നിരിക്കുന്നത്. ആ കാലത്ത് പ്രണവമാണ് വേദം. കാളയുടെ രൂപം ധരിച്ച് ഞാനാണ് ധർമ്മം, അല്ലാതെ യജ്ഞാതി ക്രിയകളൊന്നുമല്ല. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിന്റെ ഏകാഗ്രത രൂപമായിരിക്കുന്ന തപസ് അനുഷ്ഠിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ളവർ ശുദ്ധബോധ സ്വരൂപമായിരിക്കുന്ന എന്നെയാണ് ഉപാസിച്ചിരുന്നത്. ത്രേതായുഗമായതോടെ വിരാട് രൂപി എൻ്റെ പ്രാണനിൽ നിന്ന് വേദങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ ഞാൻ ഖോതാവ്, അത്യുരു, ഉക്താതാവ് എന്നിങ്ങനെ 3 മുഖങ്ങളോട് കൂടിയവനായി ഭവിച്ചു. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും, ഊരുവിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. ഓരോരുത്തർക്കും അവരവരുടേതായ ഗുണകർമ്മങ്ങളും വേർതിരിക്കപ്പെട്ടു. എൻ്റെ ജഘനത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമവും, ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും, നെഞ്ചിൽ നിന്ന് വാനപ്രസ്ഥവും, ശിരസിൽ നിന്ന് സന്യാസവും പുറപ്പെടുന്നു. വർണ്ണാശ്രമങ്ങളെയും ജന്മ വൈവിധ്യങ്ങളെയും ആശ്രയിച്ച് ജനങ്ങൾ നീചന്മാരും ഉത്തമന്മാരും ഉത്തമോത്തമന്മാരുമായിട്ട് വേർതിരിയുന്നു. മനസ്സിന്റെ ശാന്തി രൂപമായിരിക്കുന്ന ശമം, ഇന്ദ്രിയ നിഗ്രഹ രൂപമായിരിക്കുന്ന ദമം, ഏകാഗ്രമായ മനസ്സിന്റെ തപസ്, ശൗചം, സന്തോഷം, ക്ഷമ, ഋജുത്വം, ഭക്തി, ദയ, സത്യം ഇവയൊക്കെയാണ് ബ്രാഹ്മണ പ്രകൃതി. തേജസ്, ബലം, ധൈര്യം, ശൗര്യം, സഹനശക്തി, ഔദാര്യം, ഉത്സാഹം, സ്ഥിരത, ബ്രഹ്മചിന്തനം, ഐശ്വര്യം എന്നിവയൊക്കെയാണ് ക്ഷത്രിയരുടെ പ്രകൃതി. ഈശ്വരചിന്ത, ദാനനിഷ്ഠ, അഹങ്കാരമില്ലായ്മ, ബ്രാഹ്മണ സേവനം, ധനാർജനത്തിൽ ഔത്സുഖ്യം ഇങ്ങനെയൊക്കെയാണ് വൈശ്യപ്രകൃതി. ബ്രാഹ്മണരെയും പശുക്കളെയും ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുക, ദേവോപാസന, സംതൃപ്തി എന്നിവയൊക്കെയാണ് ശൂദ്രരുടെ പ്രകൃതി. ഋഷികൗരുഷ്യ വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശൂദ്രസാപി സ്വഭാവജം എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്നതിൽ നിന്ന് ഇതൊക്കെ ഈശ്വരന്റെ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിപാലന വ്യവസ്ഥിതിപ്പെടുന്നതാണ്. മനുഷ്യന് സാധാരണഗതിയിൽ ആവറേജ് ഏജ് 100 വയസ്സാണെങ്കിൽ ഓരോ യുഗത്തിലും അതിൻ്റെതായ വേരിയേഷൻസ് സംഭവിക്കുമെങ്കിലും ആവറേജ് നമുക്ക് 100 വയസ്സ് കണക്കാക്കിയാൽ ഏതെങ്കിലും വർണ്ണാശ്രമ ധർമ്മത്തിൽപ്പെട്ടവരെയും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഈ 4
വർണ്ണങ്ങളിൽപ്പെട്ടവരായിരിക്കും മനുഷ്യർ, സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിക്കോട്ടെ. ഇനി ആശ്രമധർമ്മങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതും ഈശ്വരനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. അത് ഭൗതികമായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിന്റെ രൂപവും ഭാവവും ഒക്കെ ഇന്ന് മാറിയെന്നുള്ളൂ. പിന്നെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലും 90% മനുഷ്യരും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലാണ്. പിന്നെ വാനപ്രസ്ഥത്തിന്റെ കാര്യത്തിനാണ് കുറച്ച് റിട്ടയർ ചെയ്തിട്ടൊക്കെ ആകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ സന്യാസത്തിലേക്ക് വിരളം ആൾക്കാരാണ് പോകുന്നത്. വാനപ്രസ്ഥവും ഈ 4 ആശ്രമവും ശരിയായ വിധത്തിൽ കടക്കണം. ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും, ഈ ആശ്രമധർമ്മങ്ങള് ബ്രഹ്മചര്യാശ്രമവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥാശ്രമവും സന്യാസവും മനുഷ്യ ജന്മത്തിൽ എല്ലാവരും ആചരിക്കേണ്ടതാണ്. ഇത് സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് അത് കൃത്രിമമല്ല. അഥവാ അതൊന്നും അനുസരിക്കാതിരിക്കുന്നത് കൃത്രിമത്വത്തിലേക്ക് പോകണം. മനുഷ്യൻ കൃത്രിമമായിട്ട് ജാതിമതങ്ങളോ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ നാശത്തിലേക്ക് പോകും. അതൊക്കെ പ്രേയസായിരിക്കും, നശിക്കുന്നതാണ്, ആസുരി സമ്പത്താണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ. അപ്പൊ ശ്രേയസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ആശ്രമധർമ്മങ്ങളും വർണ്ണാശ്രമധർമ്മങ്ങളും യഥാവിധി പാലിക്കേണ്ടതാണ്. അത് പാലിക്കാതിരുന്നാൽ അത് അവരവരുടെ തന്നെ നാശത്തിനും, സനാതന ധർമ്മത്തിന്റെ നാശം സംഭവിച്ചാൽ അവിടെ ആ ധർമ്മം വന്ന് ഭവിക്കുമെന്നും, ആ അധർമ്മം ഏത് കുലത്തിലാണോ സനാതന ധർമ്മം, അതായത് ഉത്സന്ന കുലധർമ്മാണാം മനുഷ്യാനാം ജനാർദ്ദന നിരകേ നിയതംബാസ്വ ഭവതീത്തിനശ്രുഭ എന്ന് അർജുനൻ പറഞ്ഞത് ഓർത്തിരിക്കാം. സനാതന ട്രഡീഷൻസ് പാലിക്കാതിരിക്കുന്ന കുടുംബം നരക ജീവിതമായിരിക്കും നയിക്കുക. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഈ പറയുന്ന ആശ്രമധർമ്മങ്ങൾ യഥാവിധി പാലിച്ചാൽ അവിടെ ട്രഡീഷൻ പാലിക്കപ്പെടും. വിധിപ്രകാരമാണ്. 100% അല്ലെങ്കിൽ തന്നെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അല്പമെങ്കിലും ഒന്ന് ആചരിക്കുക. സനാതന ധർമ്മത്തിന്റെ നമ്മള് കടപഴകി വീഴാതിരിക്കാൻ ഒരാളെങ്കിലും കുടുംബത്തിൽ അല്പമെങ്കിലും ആചരിച്ചാൽ കുലം നശിക്കാതിരിക്കും. പിന്നെ ഈ നരകയാതന അനുഭവിക്കുന്നതില് കുറച്ച് കുറവ് വരികയും ചെയ്യും. അപ്പം മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം ഈ ആശ്രമധർമ്മങ്ങളും വർണ്ണാശ്രമ നിയമങ്ങളും പാലിക്കേണ്ടതാണ്. ഇത് യാതൊരു തർക്കവുമില്ല. ഇത് മനുഷ്യന്റെ സൃഷ്ടിയല്ല, ഈശ്വരന്റെ വ്യവസ്ഥിതിയിലുള്ള സൃഷ്ടി ശാസന വ്യവസ്ഥിതിയാണ്. അത് പാലിക്കാതിരുന്നാൽ സ്വയം നശിക്കുന്ന പാതയിലായിരിക്കും എന്ന് ധരിക്കണം. ഇല്ലായ്മ, കള്ളം പറയുക, മോഷണം, നിരീശ്വരവാദം, നിസ്സാര കലഹങ്ങൾ, കാമം, ക്രോധം, ലോഭം എന്നിവയൊക്കെയാണ് നീചപ്രവൃത്തികൾ. അഹിംസ, സത്യം, മോഷ്ടിക്കായിക, കാമക്രോധ, ലോഭരാഹിത്യം, പരോപകാരം എന്നിവയൊക്കെ എവിടെയും എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഉത്തമ ഗുണങ്ങളാണ്. ഇവയാണ് യഥാർത്ഥത്തിൽ ധർമ്മം ആചരിക്കുക. ഇനി ബ്രഹ്മചാരി ധർമ്മങ്ങൾ വിവരിക്കാം. ഗർഭധാരണം മുതൽ സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതായത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ആചാരം യഥാവിധി അനുഷ്ഠിക്കുന്നവരെയാണ് ബ്രഹ്മചാരി എന്ന് പറയാം. അപ്പം ഗർഭധാരണം മുതൽ സംസ്കാരങ്ങൾ, ഷോഡശക്രിയകളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്. ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ ക്രമം അനുസരിച്ചുകൊണ്ട് ഉപനയനം നടത്തണം. ഉപനയനം കഴിഞ്ഞ് ഗുരുകുലവാസം, ഇവിടെ ഇന്ദ്രിയ മനോനിഗ്രഹം സാധിച്ചുകൊണ്ട് വേദം പഠിക്കണം. തികച്ചും ഗുരു ശുശ്രൂഷാപരനായിട്ട് സ്നാനാശയന ശയ്യാദികളിൽ മിതത്വം പാലിച്ച് വാക്ക് സംയമമായിട്ട് ഗുരുകുലത്തിൽ വർത്തിക്കണം. അതായത് ഈ പറയുന്ന ഗുരുകുലത്തിൽ വസിക്കുമ്പോൾ യുക്താഹാര വിഹാരസ്യ യുക്ത ദേശസ് കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ഇത് തന്നെ അവിടെ നിയമം.
അപ്പം നിത്യകർമ്മത്തിൽ പെടുന്ന കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തികച്ചും ഗുരു ശുശ്രൂഷാപരനായിക്കൊണ്ട് സ്നാന ശയനാദി കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യുക്താഹാര വികാരസ്യ യുക്ത തേജസ്സു കർമ്മസു എന്ന് ഞാൻ പറഞ്ഞത്. ഗുരുകുലത്തിൽ വർത്തിക്കണം, ഗുരുവിനെ ഈശ്വരനായി കരുതണം. സർവ ദേവമയമാണ് ഗുരു. അഗ്നിയിലും ഗുരുവിലും തന്നിലും എല്ലാം പ്രപഞ്ച ഘടകങ്ങളിലും ഒരു ഭേദവും കൂടാതെ ഈശ്വരനെ ഭാവന ചെയ്ത് ഉപാസിക്കണം. കുലത്തിന് ആനന്ദമായിട്ട് വർത്തിക്കുന്ന അല്ലയോ ഉദ്ധവരെ, എല്ലാ ആശ്രമങ്ങൾക്കും സർവ്വസാധാരണയായി അനുഷ്ഠിക്കാവുന്ന നിയമം ഇതാണ്. മനസ്സും വാക്കും ദേഹവും നിയന്ത്രിച്ച് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും ബോധരൂപനായിരിക്കുന്ന എന്നെ തന്നെ ഭാവന ചെയ്ത് ഉറപ്പിക്കുക. മദ്ഭാവ സർവഭൂതേഷു. എന്താണ് സർവ്വസാധാരണമായി ഭക്തി എന്നിവിടെ പറയുകയാണ്. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ബോധരൂപനായിരിക്കുന്ന ഭഗവാനെ ഭാവന ചെയ്ത് ഉറപ്പിക്കലാണ്. ഭഗവാനെ ഭാവന ചെയ്ത് ഉറപ്പിക്കലാണ് സർവ്വസാധാരണമായ ഭക്തി. അതാണ് ദേവാൻ ഭാവ യഥാനേനതേ ദേവഭാവേന്ദുവാക. എല്ലാ കാര്യങ്ങളിലും ഭാവന ദേവത്വം കൊണ്ടുവന്ന് ഭാവന ചെയ്യണം. അതാണ് ഭഗവാനെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ചെയ്ത് 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 ഉറപ്പിക്കണം. അത് സർവ്വസാധാരണ ഭക്തിയാണ്. ശാസ്ത്രീയമായിട്ട് വസ്തുസ്ഥിതി അതാണല്ലോ. ബോധമാണ് പ്രപഞ്ചത്തിന്റെ പരമകാരണം, അതാണ് ബ്രഹ്മം. അതുകൊണ്ട് പലതായിട്ട് കാണപ്പെടുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കൊള്ളണം. ഇക്കാര്യത്തിൽ നല്ലതെന്നോ ചീത്തയെന്നോ ചെറുതെന്നോ വലുതെന്നോ സുന്ദരനെന്നോ വിരൂപനെന്നോ യാതൊരു ഭേദവും പ്രസക്തിയുമില്ല താനും. ഇത് ശാസ്ത്രീയമായ വസ്തുസ്ഥിതി ആയതുകൊണ്ട് ഇക്കാര്യം ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നതാണ് ശരിയായ ഭക്തി. ഇത് ശാസ്ത്രീയമായത് കൊണ്ട് ഇതാർക്കും ഇന്ന സമയത്തേ പാടുള്ളൂ എന്ന നിയമവുമില്ല. എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും സ്ത്രീ പുരുഷ ഭേദമെന്നേ എല്ലാ ആശ്രമങ്ങൾക്കും ഈ ഭക്തി അഭ്യസിക്കാവുന്നതേ ഉള്ളൂ. സ്വയം ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യിപ്പിക്കാൻ പാടുമാണ്. അതുകൊണ്ട് എന്ത് കർമ്മത്തിൽ ഇടപെടുമ്പോഴും സർവം ബ്രഹ്മമയം അഥവാ ഈശാവാസമിതം സർവം എന്ന് ഓർമ്മ വിട്ടു പോകാതെ നോക്കുക. ഇതാണ് അഭ്യാസത്തിന്റെ സ്വരൂപം. ശനൈ ശനേരു പരമേൽ ബുദ്ധ്യാൽ ആത്മസംസ്ഥം മനക്കൃത്തനാകിഞ്ചിത വിചിന്തേ എന്നൊക്കെ ഭഗവാൻ ഗീതയിലും പറയുന്നത്. തുടരെ തുടരെ അഭ്യാസം കൊണ്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യണം. ഈ സ്വഭാവം ഒന്ന് ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അനേക ജന്മങ്ങളിൽ സംഭവിച്ചു വെച്ചിരുന്ന ഈ വാസനാ ബലത്തെ ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് തുടരെ തുടരെ ശ്രമിക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴേ ഇത് ഉറച്ചു കിട്ടുള്ളൂ. ഇത് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്സംഗത്തിലൊക്കെ പോകണമെന്ന് പറയുന്നത്. കേട്ടാൽ തന്നെ, മുഖത്തു നിന്ന് കേട്ടാൽ തന്നെ കൂടുതൽ എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് കേൾക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലും ഈ മുഖത്ത് നിന്ന് നേരിട്ട് കേൾക്കുന്നതും മീഡിയേറ്റർ വഴി കേൾക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞതാണ് കേൾക്കുന്നതെങ്കിൽ ഗുരു തന്നെ പറഞ്ഞതാണ് നമ്മൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നതുണ്ടെങ്കിലും ആ വാക്കുകൾ അതേ ശബ്ദമൊക്കെ അത് തന്നെ ആയിരിക്കും. റെക്കോർഡ് ചെയ്ത ശബ്ദം ആണെങ്കിലും സെയിം ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പം നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുമ്പോൾ എന്താ പറഞ്ഞപ്പോൾ അത് ഇഷ്ടത്തിനായി പോകും. അപ്പൊ ചിലപ്പം ഇത് വയ്ക്കും, യാന്ത്രികമായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലും പണിയിലോ ശ്രദ്ധയിലോ ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് കേൾക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ചിദാനന്ദേന കൃഷ്ണേന സ്വമുഖത്തെ അർജുനം എന്ന് പറഞ്ഞത്. കൃഷ്ണനും അർജുനും തമ്മിലുള്ള ആ മുഖത്തോട് മുഖം നിന്നുകൊണ്ടാണ്, മുഖത്ത് നിന്നാണ് ഭഗവാനെ നിന്നും ഗീതോപദേശം അർജുനൻ കേട്ടത് എന്നർത്ഥം. അതേപോലെ കേൾക്കണം എന്നാണ് പറയണത്. അപ്പോഴേ നമുക്ക് അല്പമെങ്കിലും ഭാവന ശുദ്ധമായി തീരുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കേണ്ടത് ഇന്ന സമയത്തേ പാടുള്ളൂ എന്നൊന്നുമില്ല, യാതൊരു നിയമവുമില്ല. എല്ലാ വർണ്ണങ്ങൾക്കും ഇന്നമാർക്കേ പാടുള്ളൂ, ബ്രാഹ്മണർക്ക് മാത്രമേ പാടുള്ളൂ എന്നൊന്നും ഭഗവാൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല ഇക്കാര്യത്തിൽ. മനുഷ്യജന്മത്തിൽ ആരാണോ ഇതൊക്കെ കേൾക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്, ഈ നിയമങ്ങൾ സാധാരണ ഭക്തിയുടെ ഭാവം ആരാണോ പാലിക്കുന്നത് അവർക്ക് ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് ആർക്കും, എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും ഈ ഭക്തി അഭ്യസിക്കാവുന്നതേ ഉള്ളൂ. ഏത് കർമ്മത്തിൽ ഇടപെടുമ്പോഴും സർവം ബ്രഹ്മമയം എന്ന്
ഓർത്തുകൊള്ളണം. ഈശാവാസ്യമിതം സർവം എന്ന ഓർമ്മ വിട്ടുപോകാതെ നോക്കണം. ഇതാണ് അഭ്യാസത്തിന്റെ സ്വരൂപം. സത്യാനുഭവത്തിനുള്ള രാജപാതയാണ് ഈ അഭ്യാസം. ഈ അഭ്യാസം തുടർന്നാൽ ആചിരേണാദി ഭേദചിന്തയും രാഗദ്വേഷങ്ങളും വിട്ടുമാറി ചിത്തം പ്രസന്നമായി തീരും. ഇതുപോലെയാണ് ബ്രഹ്മാനുഭവത്തിന്റെ തുടക്കം. തുടർന്ന് അഖണ്ഡബോധരൂപമായിരിക്കുന്ന ബ്രഹ്മം ഉള്ളിലും പുറത്തും തെളിഞ്ഞു വിളങ്ങി നിൽക്കും. ഭഗവാൻ തുടർന്നും പറഞ്ഞു, വാക്സംയമിയായിട്ട് മഹത്തായ ഒരു വ്രതം അഭ്യസിക്കാൻ ബ്രാഹ്മണൻ തേജോമയനായിട്ട് അഗ്നിയെപ്പോലെ ജ്വലിക്കും. അതായത് വാക്സംയമമാകുന്ന മഹത്തായ വ്രതം അഭ്യസിക്കുന്ന ബ്രാഹ്മണൻ തേജോമയനായിക്കൊണ്ട് അഗ്നിയെപ്പോലെ ജ്വലിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനാഗ്നി കർമ്മവാസനകളെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കും. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് ദക്ഷിണ കൊടുത്ത് ഗുരുവിനെ സന്തോഷിപ്പിച്ച് മടങ്ങാം. തുടർന്ന് അവന്റെ സത്യാനുഭവം എന്തുമാത്രമാണെന്ന് നോക്കിക്കൊണ്ട് ഇഷ്ടം പോലെ ഗൃഹസ്ഥാശ്രമമോ വാനപ്രസ്ഥമോ സന്യാസിയോ സ്വീകരിക്കാം. ഏതായാലും ഒരാശ്രമം വിട്ടാൽ മറ്റൊരാശ്രമത്തിലേക്ക് തന്നെ കടക്കണം. അല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് ദോഷകരമാണ്. ഗൃഹസ്ഥാശ്രമത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ ഉചിതമായ ദാമ്പത്യം അംഗീകരിക്കണം. എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും യജ്ഞം, അധ്യയനം, ദാനം എന്നിവ ആചരിക്കാം. ദക്ഷിണ സ്വീകരിക്കുക, പഠിപ്പിക്കുക, യാഗം ചെയ്യിപ്പിക്കുക എന്നിവ ബ്രാഹ്മണർക്ക് മാത്രം വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. ഗൃഹസ്ഥാശ്രമത്തിലായാലും നിസ്സംഗനായിക്കൊണ്ട് കർമ്മരംഗത്ത് വർത്തിക്കുന്നയാൾ പരമശാന്തി കൈവരിക്കുകയും ചെയ്യും. ക്ഷത്രിയ രാജാവ് എല്ലാ പ്രജകളെയും ഒരുപോലെ കണ്ട് പിതാവ് സന്താനങ്ങളെ ഒരേ പിതാവിന്റെ സന്താനങ്ങൾ എന്ന പോലെ സംരക്ഷിക്കണം. ഉചിതം എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ വർണ്ണധർമ്മങ്ങൾ മാറ്റിമറിച്ച് അനുഷ്ഠിക്കാവുന്നതാണ്. കുടുംബത്തിൻ്റെ സംഘബദ്ധനാകാതെ നോക്കണം. കുടുംബകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോഴും സത്യം വിസ്മരിക്കരുത്. കാണപ്പെടുന്ന ദൃശ്യങ്ങളെ പോലെ തന്നെ കാണപ്പെടാത്ത സ്വർഗാദി കാര്യങ്ങളും നശ്വരങ്ങൾ തന്നെ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചു കൊള്ളണം. കുടുംബ സംബന്ധങ്ങളെല്ലാം വഴിപോക്കരുടെ പെരുവഴി അമ്പലം വെച്ച് സംഗമം പോലെ ആയിരിക്കണം. അഥവാ സ്പർശന സംഗമം പോലെ സ്വപ്ന സംഗമം പോലെ ഗ്രഹത്തിൽ അതിഥിയെ പോലെ നിരഹങ്കാരനായിക്കൊണ്ട് നിർമ്മമനായിട്ടും കഴിയണം. ഗ്രഹകാര്യങ്ങൾ ഈശ്വര പൂജയായി കണക്കാക്കി ചെയ്യണം. വാർദ്ധക്യമായാൽ ഏകാന്ത ധ്യാന നിരതനായി കഴിഞ്ഞുകൂടാൻ ശ്രദ്ധിക്കണം. മരണമെടുക്കുമ്പോൾ കുടുംബകാര്യങ്ങളെയോ കുടുംബ അംഗങ്ങളെ മറ്റുള്ളവരെയോ ചിന്തിച്ച് വ്യാകുലനാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വ്യാകുലനായാൽ വീണ്ടും ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക്, ഇതേ കുലത്തിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും എന്നുകൂടി നമ്മൾ ഈ ജന്മത്തിൽ എത്രമാത്രം ബലത്തിലാണോ പോകുന്നത്, ഏത് വിഷയത്തിലാണോ വാസനാബലം നിൽക്കുന്നത് ഏറ്റിക്കൊണ്ടുവന്ന് അതേപോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതാണ് സാധാരണ ഭക്തിയുടെ ലക്ഷണം ഭഗവാൻ പറഞ്ഞത്. 18-ാമത്തെ അധ്യായത്തിൽ വാനപ്രസ്ഥ സന്യാസ ലക്ഷണമാണ്. ഇപ്പൊ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമത്തെ പറ്റിയാണ് വിശദീകരിച്ചത്. ആ ഗൃഹസ്ഥാശ്രമം യഥാവിധി കുടുംബകാര്യങ്ങളൊക്കെ വീഴ്ച വരുത്താതെ കൃത്യമായിട്ട് ഈശ്വര സ്മരണ കൂടി ചെയ്താൽ അത് ശ്രേയസ്കരമായിട്ട് മാറുന്നു പറഞ്ഞു. ഇനി അപ്പൊ 25 ഏകദേശം 50 വയസ്സ് കഴിഞ്ഞു. പിന്നെയാണ് വാനപ്രസ്ഥം. അത് വാനപ്രസ്ഥവും ഒരു സന്യാസത്തിന്റെ ഈ ലക്ഷണത്തെയാണ് ഇനി 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ തുടർന്നും പറഞ്ഞു, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെ 3-ാം ഭാഗം ഗ്രഹധർമ്മങ്ങളൊക്കെ വെടിഞ്ഞ് വാനപ്രസ്ഥനാകണം. കുറേശ്ശെ ആയിട്ട് ക്രമമായിട്ട് അടുത്ത തലമുറയെ ഓരോന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനും കൂടെ തുടങ്ങണം. ഇതൊക്കെ വാനപ്രസ്ഥത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഓരോന്ന് ക്രമസന്യാസം എന്ന് പറയാം ഇതിന്. വാനപ്രസ്ഥത്തിൽ തന്നെ ക്രമസന്യാസം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ബന്ധുക്കൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിലുള്ളവർക്കോ ആർക്കെങ്കിലും അവകാശം കൊടുത്തേക്കണം. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിന്റെ പിന്നാലെ അവരുടെ തലവേദനയ്ക്ക് കാരണമായിട്ട് നമ്മൾ ചുറ്റിപ്പറ്റാനും പാടില്ല. അതൊക്കെയാണ് വാനപ്രസ്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഭൗതിക കാര്യങ്ങളിൽ നിന്നും കുറേശ്ശെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കി അറ്റാച്ച്മെന്റ് ഭഗവാനുമായിട്ടുണ്ടാക്കണം. ഇതാണ് മുഖ്യ ഘടകം. ബാക്കിയുള്ളതൊക്കെ ക്രമമായിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞതിന്
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഉപേക്ഷിച്ചാൽ ആ ഉത്തരവാദിത്തത്തിന്റെ തലവേദന ഉണ്ടായിരിക്കില്ല. ഈ ഭൗതിക കാര്യങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. ഞാൻ പോസ്റ്റ് ഹൗസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ പോസ്റ്റ് ഹൗസിലെ കാര്യമാണ് ചിന്ത. ഉണർന്നെഴുന്നേറ്റാൽ ഉദയം കിടക്കുന്നതിന് മുമ്പും അതേലെ ഒരു ഉത്തരവാദിത്തത്തിലുള്ള പോസ്റ്റിലിരിക്കുമ്പോൾ നമുക്ക് ഏത് സമയം അത് തന്നെ ചിന്ത വരും. പിന്നെ നാളെ പോയാൽ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ എന്തൊക്കെ പെയിന്റിങ് കേസുകൾ കിടക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടാൽ പോലും അത് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഈ വാനപ്രസ്ഥ കാലത്തില് നമ്മൾ ക്രമമായിട്ട് ഉപേക്ഷിച്ചിട്ടാൽ ഒന്ന് മാത്രം ഉപേക്ഷിക്കരുത്, ഈശ്വര ഉപാസന വിടരുത്. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര. എന്ത് ചെയ്താലും യത്കരോഷി യസ്നാസി യജ്ജുഘോഷി ദദാസ്യത്, അത് ഒരിക്കലും വിടാതെ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. വാനപ്രസ്ഥനായാലും ഗൃഹസ്ഥാശ്രമമായിരിക്കും നിത്യനൈമിത്യ കർമ്മങ്ങൾ ജനിച്ചാൽ മരണം വരെ ചെയ്യണം. അത് ഒരിക്കലും ഉപേക്ഷിക്കാനുള്ളതല്ല. ശരീരത്തിന് ക്ലേശമുണ്ടാകുന്ന വെച്ച് ഉപേക്ഷിച്ചാൽ ശരീരം പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാ ആശ്രമങ്ങളിൽ പെട്ട ഒരു നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരു വീഴ്ചയും വരുത്താതെ ചെയ്യണം, ഇല്ലെങ്കിൽ സ്വന്തം ശരീരം പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെ 3-ാം ഭാഗം ഗൃഹധർമ്മങ്ങളൊക്കെ വെടിഞ്ഞ് വാനപ്രസ്ഥനാകാൻ ശ്രമിക്കണം. അതായത് അറ്റാച്ച്മെന്റ് കൂടുതൽ ആത്മീയതയിലായിരിക്കണം. മമത വച്ചാലും ആത്മീയമായ മാർഗത്തിലായിരിക്കണം, അതിനുള്ളതായിരിക്കണം മമത വയ്ക്കാനും. ഭാര്യയെ സന്താനങ്ങളെ ഭാരമേൽപ്പിച്ചിട്ടോ അഥവാ ഭാര്യയോടൊന്നിച്ചോ ഒരു ഏകാന്ത സ്ഥാനത്ത് സമാശ്രയിക്കണം. വന്യ ഫലമൂലാദികൾ കൊണ്ട് ഭക്ഷണകാര്യങ്ങൾ നിർവഹിക്കണം. ലളിതമായ ജീവിതം നയിക്കണം. ലളിതമായിട്ട് വസ്ത്രധാരണം അംഗീകരിക്കണം. ദേഹകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ശയനാദി കാര്യങ്ങൾ പരമാവധി ലളിതമായി നിർവഹിക്കാനും ശ്രദ്ധിക്കണം. ഓരോ കാലത്തും അതാത് സമയങ്ങളിൽ പ്രകൃതി സ്വഭാവങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ശീതോഷ്ണ സഹനാദി തപസ്സായിട്ട് ആചരിക്കണം. ഭക്ഷണാദി കാര്യങ്ങളിലെല്ലാം കഴിവതും പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന ജീവിക്കാൻ നോക്കണം. ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ദൈനംദിന നിവർത്തിക്ക് കാലങ്ങൾ സ്വയം സമ്പാദിക്കാൻ നോക്കണം. നിവർത്തി ഉള്ളിടത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഇടവരാതെ ശ്രദ്ധിക്കണം. വിധിച്ചിട്ടുള്ള നൈമിത്യ കർമ്മങ്ങൾ കഴിവതും മുടക്കാതെ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ മുനി ആശ്രമധർമ്മങ്ങളെക്കുറിച്ച് തപോധനായിക്കൊണ്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഋഷി ലോകത്ത് നിന്നും എന്നിലേക്ക് എത്തിച്ചേരും. മോക്ഷത്തിന് വഴി തെളിക്കുന്ന ഈ തപസ്സിനെ നിസ്സാരങ്ങളായിട്ടുള്ള ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബാലിശമാണെന്നും പറഞ്ഞു. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണങ്ങളെ ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് തന്നെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിന്റെ വിഷയം അതിന്റെ ആഹാരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാഹ്യമായ വിഷയങ്ങൾ, ലൗകിക വിഷയങ്ങളൊക്കെ പെട്ടുള്ള ഈശ്വരനെ സ്മരിച്ചിരിക്കേണ്ടതാണ്. റിട്ടയർമെന്റിന് ശേഷമാണ് പലരും ഇങ്ങനെയുള്ള സത്സംഗത്തിലൊക്കെ വരുന്നത്, ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ആ സമയത്താണ്. പക്ഷേ എല്ലാ കാലത്തും സ്മരിച്ചിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായന മാർഗേണ മഹിമഗീശാ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.